ഓൾ ദിസ് ഷിബിന യോമൻ്റെ വെൽക്കം ടു ഹൗ ടു മേക്ക് ഇറ്റ് ഈസി. അങ്ങനെ ഫൈനലി നമ്മൾ സ്കൂളുകളൊക്കെ തുറക്കാൻ വേണ്ടി പോവാണല്ലേ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ മഴയൊക്കെ ആയതുകൊണ്ട് നല്ല മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാ സമയത്തും ജൂൺ 1 സ്കൂൾ തുറക്കുന്നതിന് മുന്നേ നമ്മളെല്ലാവരും വിചാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഒരു വർഷം നന്നായിട്ട് പഠിക്കണം, ഞാൻ എല്ലാ ദിവസവും ടീച്ചർ ക്ലാസ് എടുക്കുന്നതൊക്കെ കറക്റ്റായിട്ട് കേൾക്കും, ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ കറക്റ്റായിട്ട് പഠിച്ച് അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കും, എക്സാമിൻ്റെ സമയത്തൊക്കെ ഒരു ടെൻഷനും ഇല്ലാണ്ട് എനിക്ക് നന്നായിട്ട് മാർക്ക് വാങ്ങാൻ വേണ്ടി പറ്റും, നോട്ട്സും കാര്യങ്ങളും ഒന്നും പെൻഡിങ് വെക്കാണ്ട് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ തലേന്ന് ചിന്തിച്ച് കൂട്ടിയിട്ട് നമ്മൾ ഭയങ്കര പോസിറ്റീവായിട്ടായിരിക്കും എല്ലാ പ്രാവശ്യവും ജൂൺ 1 സ്കൂളിലേക്ക് പോവുക. എന്നിട്ട് ആദ്യത്തെ 2 ആഴ്ചയൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാകും. പക്ഷെ പിന്നീട് എന്താണ് സംഭവിച്ചു പോകുന്നത് നിങ്ങൾ ഇതൊന്ന് ചിന്തിച്ച് നോക്കാം. എല്ലാ പ്രാവശ്യവും നിങ്ങളും ഇങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തിട്ടില്ലേ? പക്ഷെ അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് നിങ്ങൾ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ സെറ്റായി കഴിഞ്ഞാൽ അതൊക്കെ അങ്ങനെ തന്നെ മറന്നും പോകും. എക്സാമിന്റെ സമയത്ത് പിന്നെ ഫുൾ ടെൻഷനാണ്, എങ്ങനെ പഠിച്ചു തീർക്കും, എന്താക്കുമെന്ന് ആലോചിച്ച് ഭയങ്കര ടെൻഷനാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോളാം, ഇതുവരെയുള്ള നിങ്ങളല്ലാതെ നിങ്ങളുടെ അക്കാദമിക് കംബാക്കിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയൊരു അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതിൽ നിങ്ങൾ ഇതുവരെ വെറുതെ പറയാൻ മാത്രം ചെയ്യാതെ ആക്ഷനിലേക്കും കൂടി കൊണ്ടുവരാം. പഠിക്കുമെന്ന് പറഞ്ഞാൽ പഠിച്ചിരിക്കണം, ക്ലാസ്സിൽ ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾക്ക് വേറെ ഒന്നുമല്ലല്ലോ. നിങ്ങളുടെ ഇപ്പോഴത്തെ മെയിനായിട്ടുള്ള ഒരു ജോലി എന്താ? പഠിക്കുക, സ്കൂളിൽ പോവുക, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളോട് 24 മണിക്കൂറും ഇരുന്ന് പഠിക്കുക, പുസ്തകത്തിന് മുമ്പ് തന്നെ ഇരിക്കുക, വേറെ എങ്ങോട്ട് പോരുതെന്ന് ആരും പറയുന്നില്ല. അങ്ങനെ നിങ്ങൾ ചെയ്യുകയും ചെയ്യേണ്ട. പക്ഷേ പഠിക്കാനുള്ള സമയത്ത് നിങ്ങൾ പഠിക്കും എന്നുള്ള കാര്യം ഉറപ്പിച്ചിട്ട് മാത്രം ഈ ഒരു വർഷം നിങ്ങൾ സ്കൂളിലേക്ക് പോവാം. ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അതൊക്കെ നിങ്ങൾ എന്താക്കുക, നിങ്ങൾ എന്താണ് ടീച്ചർ പറയുന്നത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് നോക്കുക. പകുതി നമ്മൾ ക്ലാസ് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ ഭയങ്കര സിമ്പിൾ ആയിരിക്കും. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അന്ന് പഠിപ്പിച്ചെന്നുള്ള കാര്യങ്ങൾ വെറുതെ ഒന്ന് മറിച്ച് നോക്കുക. എഴുതാനുള്ള കാര്യങ്ങൾ അന്ന് തന്നെ എഴുതുക. ആ കഴിഞ്ഞു, നിങ്ങൾ 10 മിനിറ്റ് കൊണ്ട് ആ ഒരു പണി കഴിയും. അല്ലെങ്കിൽ നിങ്ങൾ 10-11 മണിക്കൂർ ഇരുന്നിട്ട് എക്സാമിന്റെ തലേന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിക്കേണ്ടി വരും. അതുകൊണ്ട് ഓരോ ദിവസവും കുറച്ച് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എക്സാം ആവുന്ന സമയത്ത് ബാക്കി എല്ലാവരും തലകുത്തി മറയുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായി ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ അക്കാദമിക് കംബാക്കിനുള്ള ഒരു സമയമാണത്. അത് നിങ്ങൾ ചെയ്തിരിക്കണം. മനസ്സിലായല്ലോ? എൻ്റെ എല്ലാ കുട്ടികളോടാണ് ഞാൻ പറയുന്നത്, നിങ്ങളത് ചെയ്യണം. നിങ്ങളുടെ മേലിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നിങ്ങൾക്ക് പഠിക്കാനും സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകാനുള്ള ടൈം ടേബിളും കാര്യങ്ങളൊക്കെ ഞാൻ നാളെ മറ്റന്നാളായിട്ടൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ടൈം ടേബിളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. എന്നിട്ട് നല്ല ചുമരിലൊക്കെ നല്ല വലുതാക്കി ആയിട്ട് ഒട്ടിക്കുക. അപ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര പോസിറ്റീവ് എനർജി വരും. ഓക്കെ, എന്തായാലും ഞാൻ ഇങ്ങനെ ഒട്ടിച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കാണും, എന്തായാലും ഞാൻ പഠിക്കും എന്നുള്ള സാധനങ്ങളൊക്കെ വരും. നിങ്ങളിപ്പോൾ ഏതൊരു ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ മെയിൻ ആയിട്ടുള്ള ഒരു പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ പോവുക, പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്തിട്ടില്ല പിന്നെ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കുക. പഠിക്കുക മാത്രം, ഞാൻ വീണ്ടും പറയാണ്, എല്ലാ സമയത്തും ഇരുന്ന് പഠിക്കണം, ഫ്രണ്ട്സിൻ്റെ കൂടെ പോയതൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ പഠിക്കാനുള്ള സമയത്ത് നിങ്ങൾ പഠിക്കുക. അതിപ്പോൾ 7 മണി തൊട്ട് 9 മണി വരെയാണ് നിങ്ങൾ പഠിക്കുന്നെങ്കിൽ ആ 2 മണിക്കൂർ പ്രൊഡക്റ്റീവായിട്ടും എഫക്റ്റീവായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. മനസ്സിലായല്ലോ? ഒരു നോട്ട് എഴുതാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് അന്ന് രാത്രി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ നോട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ നോട്ട് കംപ്ലീറ്റ് ചെയ്യാനും സി മാർക്കിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടി വരും. നിങ്ങളത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും ഒരു 10-15 മിനിറ്റ് ഇടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഇരിക്കാനും സമയം ഉണ്ടാവും, എല്ലാത്തിനും സമയം ഉണ്ടാവും. നിങ്ങൾ പഠിത്തത്തിന്റെ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോവുകയും ചെയ്യും. അപ്പം നിങ്ങൾ വെറുതെ എല്ലാ വർഷവും നിങ്ങൾ എടുക്കുന്ന പോലെ തന്നെ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു പ്രതിജ്ഞ എടുക്കരുത്. ഞാൻ ഈ പ്രാവശ്യം പോലും നന്നാവാൻ വേണ്ടി പോവാണ്, ഞാൻ എന്തായാലും സ്കൂൾ തുറക്കുമ്പോൾ നല്ലോണം ഇരിക്കും, അങ്ങനെ ആക്കും എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അത് നിങ്ങൾ ആക്ഷനിൽ കൊണ്ടുവരും കൂടി ചെയ്യണം. അപ്പം എൻ്റെ ഈ ചാനൽ ഫോളോ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും വേണ്ടിയിട്ടുള്ള ഒരുപാട് കണ്ടന്റ്സ് ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ ജേർണിയിൽ കൂടെ തന്നെ ഉണ്ടാവും ചെയ്യും. അപ്പം എൻ്റെ കുട്ടികളോട് ഞാൻ ഇതാണ് പറയുന്നത്, നിങ്ങൾ എല്ലാവരും നന്നായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് വളരെ പോസിറ്റീവായിട്ട് ഞാൻ എൻ്റെ തിരിച്ച് വരാൻ വേണ്ടി പോകണം. ഇതെൻ്റെ ഒരു അക്കാദമിക് കംബാക്ക് ആണ്. ഞാൻ ഇപ്രാവശ്യം എന്തായാലും തോറ്റു കൊടുക്കാൻ തയ്യാറല്ല. ചിലപ്പോൾ കഴിഞ്ഞ വർഷം നിങ്ങളെ കളിയാക്കി ടീച്ചേഴ്സ് ഉണ്ടാവും, അവരുടെ മുമ്പിലൊക്കെ ഞാൻ മാറി എന്നുള്ളത് ഞാൻ കാണിച്ചു കൊടുക്കും എന്നുള്ളൊരു മനോഭാവത്തിൽ, എന്നുള്ളൊരു ഡിറ്റർമിനേഷനിൽ വേണം നിങ്ങൾ ഈ വർഷം സ്കൂൾ തുറക്കുമ്പോൾ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പുതിയ ഒരാളായിട്ട് പോകാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സഹായം ചെയ്യുന്നതായിരിക്കും. അപ്പം വെറുതെ ആവരുത്, നിങ്ങളുടെ അക്കാദമിക് കംബാക്ക് ആവണം ഈ ഒരു വർഷം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സ്റ്റഡി ടിപ്സ് വേണമെങ്കിലും എല്ലാത്തിനും വേണ്ടിയിട്ടും ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്ത് വെച്ചോളൂ. ടൈം ടേബിൾ വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ഓൺ ആക്കാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കണ്ട.